ഇതല്ലേ ലഹരി കൊണ്ട് ആളുകൾ ഉദ്ദേശിക്കുന്നത്? ഇതിൽ മനുഷ്യർക്കിടയിൽ, മക്കൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന കച്ചവട താൽപ്പരക്കാർ, അവർക്കറിയുമോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റർ മൈൻഡ് കേവലം പൈസ മാത്രമല്ല, കാശുണ്ടാക്കാൻ മാത്രമല്ല. ഇത് മനുഷ്യനെ ഇതിന് അഡിക്റ്റാക്കി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അവനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ പറ്റും. അവന് പിന്നെ മതം വേണ്ടെന്ന് പറയും. ഈ ലഹരിക്ക് കയറുന്നവരാ പിന്നെ അങ്ങനെ പോവുക. ഞാൻ എക്സ് മുസ്ലിം ആയിരുന്നു, ഇപ്പം അല്ല എന്നൊക്കെ. ഈ മുസ്ലിം അല്ല എന്ന് പറയുമ്പോൾ എന്തിനാ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിലാ മുസ്ലിം ഒഴിവായിക്കൂടെ? ഞാൻ വെറും എക്സ് എന്ന് പറഞ്ഞാൽ പോരാ. എനിക്ക് തോന്നാറുണ്ട് എന്തിനാ പിന്നെ ആ പേരും കൊണ്ടുനടക്കുന്നത്? ലഹരി അങ്ങ് കയറുമ്പോൾ ഇതിന് ലൈസൻസ് കിട്ടുന്ന എല്ലാം അവർ ചേർത്ത് പിടിക്കും. അതിനെ എതിർക്കുന്നതിനെ എല്ലാം അവർ എതിർക്കും. ഇതിനെ ഇങ്ങനെ എതിർക്കുന്ന ലോകത്തെ വിശുദ്ധ മതങ്ങളിൽ ഇസ്ലാം മാത്രമല്ല ഇങ്ങനെ എതിർക്കുന്നുള്ളൂ. ലഹരി ഇസ്ലാം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലഹരിയെ എതിർക്കുന്നത്. മറ്റു സെമിറ്റിക് മതങ്ങളിൽ അത് ഹറാമാണ്, പക്ഷേ പ്രാവർത്തികമായി നോക്കുമ്പോൾ അത് കാണുന്നില്ല. മുസ്ലിമീങ്ങൾ പേരുള്ളവർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നല്ല, ഇസ്ലാമിൻ്റെ പ്രമാണം അതനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിനും ഒരു ലഹരിയും ഉപയോഗിക്കാൻ പറ്റില്ല, പാടില്ല. അത് എന്തുകൊണ്ട്? മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയാണ്. ആ ബുദ്ധിയെ മറച്ചു വെക്കുന്നതെല്ലാം ഹറാമാണ്. നിങ്ങൾ ഒരിക്കലും ചെയ്യരുതേ എന്ന് ലോകത്തിന്റെ ഗുരു നമ്മളോട് പറഞ്ഞതാണ്. സംഅൻ വതഅതൻ ലിറസൂലില്ലാ, സംഅൻ വതഅതൻ ലില്ലാഹ്. അല്ലാഹുവിനെ പടച്ചവൻ പറഞ്ഞത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു റബ്ബേ. അവിടെ അവസാനിച്ചു ഒരു മുസ്ലിമിൻ്റേത്. നമ്മൾ ഈ പറയുമ്പോഴേ മദ്യപിച്ച് യുദ്ധങ്ങൾ ചെയ്ത ആളുകൾ, ഇംറുൽ ഖൈസ് എന്ന് പറഞ്ഞ കവിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അയാളുടെ വാപ്പയെ ഒരു മനുഷ്യൻ കൊന്നു. ആ കൊലയാളിയെ തിരിച്ചു കൊല്ലണം. അപ്പം അദ്ദേഹം അന്ന് പൂജകൾ ചെയ്തിരുന്ന കാലം, ബഹുദൈവാരാധന ചെയ്തിരുന്ന കാലം. അന്ന് അമ്പലത്തിൽ അസ്ലാമുകളുണ്ട്. അസ്ലാം എന്ന് പറഞ്ഞാൽ ശകുനം നോക്കുന്ന അമ്പുകളാണ്. 3 അമ്പുകൾ കാണും. ആ അമ്പിൽ ഒന്നിൽ ഇഫ്അൽ, ചെയ്തോ എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പാനെ കൊന്ന ആളെ തിരിച്ചു കൊല്ലണോ? ആ പോയി കൊല്ല്. ഒന്നതായിരിക്കും ഇഫ്അൽ. മറ്റൊന്ന് ലാ തഫ്അൽ, ചെയ്യരുത്. മറ്റൊന്ന് ഒന്നും ഉണ്ടാവില്ല. വേണോ വേണ്ടോ, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്നാണ്. ഇംറുൽ ഖൈസ് എന്ന് പോയത് മദ്യപിച്ചിട്ടാണ്. വാപ്പാനെ കൊന്നാളെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് മൂപ്പര് വെള്ളടിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് അദ്ദേഹം കഅബാലയത്തിൻ്റെ ഉള്ളിൽ കയറി. അന്നവിടെ വിഗ്രഹങ്ങളുണ്ട്. അമ്പെടുത്തു. നോക്കുമ്പോൾ ലാ തഫ്അൽ, എൻ്റെ വാപ്പാനെ കൊന്നാളെ കൊല്ലാൻ പറ്റൂല എന്നാ. ആ അമ്പങ്ങിട്ട് വളച്ചു പിടിച്ചിട്ട് അയാൾ ചോദിച്ചു, എൻ്റെ വിഗ്രഹമേ, നിന്റെ വാപ്പയാണ് ഇവിടെ കൊല്ലപ്പെട്ടതെങ്കിൽ നീ ഇത് പറയുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് പോയി കൊന്നു. ആരാധന പോലും, അവരുടെ അന്നത്തെ വികലമായ വിശ്വാസങ്ങൾ പോലും മദ്യത്തിൻ്റെ ലഹരിയിൽ ഒലിച്ചുപോയി. മാഹാമറൽ അഖൽ, മനുഷ്യൻ്റെ ബുദ്ധി, ഇത് മനുഷ്യൻ ലഭിച്ച അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതമാണ്. അള്ളാഹുവിൻ്റെ ഖസ്മത്തുകളിൽ പടച്ചവൻ ചെയ്ത് ഓഹരി വെച്ചു കൊടുത്തതിൽ ഓരോരുത്തർക്കും കിട്ടിയ പടച്ചതമ്പുരാന്റെ നീതിയുടെ വലിയൊരു അടയാളമാണ് മനുഷ്യൻ്റെ ബുദ്ധി, അഖൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. ഖുൽ ഹുവല്ലദീ അൻശഅകും, പറഞ്ഞു കൊടുക്കണം നബിയേ, അവനാണ്, അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്. നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് കിട്ടിയതാണ്, നിങ്ങൾ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ടാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ്? ഒരു RC ഓണർ ഉണ്ടാവുമല്ലോ വണ്ടിക്ക്. ഇവിടെ ബോഡിയുടെ RC ഓണർ ആരാ? അത് പടച്ചവനാണെന്നാണ് കർമ്മശാസ്ത്രം പറയാം. എന്തുകൊണ്ട്? ഇത് ബോഡി നമുക്ക് നൽകപ്പെട്ടതാണ്, നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല. പിന്നെയോ ഇറ്റ് വാസ് ഗിവൻ ടു യു, അത് നമുക്ക് നൽകപ്പെട്ടതാണ്. അല്ലാഹു പറയാം, ആരാ അത് ഉണ്ടാക്കിയത്? ആലോചിച്ചോളൂ, ആരാ ഉണ്ടാക്കി നിങ്ങൾ ആലോചിച്ചോളൂ. എന്നിട്ട് പടച്ചവൻ കൺക്ലൂഡ് ചെയ്യാൻ, ഖുൽ ഹുവല്ലദീ അൻശഅകും. പറയണം നബിയെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കും നബിയെ, പ്രവാചകരെ ചിന്തിപ്പിക്കാൻ, മനുഷ്യരോട് ചിന്തിക്കാൻ പറയണം. ഖുൽ. അതിനിടയ്ക്ക് അള്ളാഹു ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ മനോഹരം. ഖുർആൻ വേണമെങ്കിൽ 2 പേജിൽ ഒതുക്കാമായിരുന്നു എന്ന് ആലിമീങ്ങൾ പറയും. വേണമെങ്കിൽ അത്ര 5 വക്ത് നിസ്കരിക്കേണ്ട കാര്യവും അത്യാവശ്യ നിയമങ്ങളും എൻ്റെ റസൂല് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ മതി. 1 പേജ് കൊണ്ടോ 2 പേജ് കൊണ്ടോ ഖുർആൻ ഒരുപക്ഷെ മതിയാകുമായിരുന്നു. വൽ അസ്ർ സൂറത്ത് മദീന പറയാം. ഖുർആനിൽ വേറൊന്നുമില്ലെങ്കിലും വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ മതിയാകുമായിരുന്നു. എന്തേ 6236 ആയത്തുകൾ, 500-600 പേജുകൾ? എന്താ ഖുർആൻ ചർച്ച ചെയ്തത്? മനുഷ്യന്റെ ബുദ്ധിയോട് സംവദിക്കല്ലേ.
മനുഷ്യന്റെ ബുദ്ധിയോട് ഖുർആൻ സംവദിക്കുകയാണ്. ബുദ്ധിയോടാണ് സംസാരിക്കുന്നത്. ഖുർആനിന് ഓഡിയൻസ് വേണം, അത് മനുഷ്യനാണ്. മനുഷ്യനാകുന്നത് അവന്റെ ബുദ്ധി കൊണ്ടാണ്. ആ ബുദ്ധിയെ ലഹരി അടിച്ചിട്ട് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആരോടാ പ്രവാചകന്മാർ സംവദിക്കേണ്ടത്? ആരോടാ വിശുദ്ധ ഗ്രന്ഥം സംവദിക്കേണ്ടത്? അല്ലാഹു തആല ചോദിച്ചു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ. ആരുണ്ടാക്കിയെന്നാണ് ഇന്നത്തെ വലിയ ചർച്ചപ്പതാണല്ലോ. യുക്തിവാദികളുടെ ഉത്തരം കിട്ടാത്ത ചോദ്യപ്പതാണ്. ആരാ അതൊക്കെ ഉണ്ടാക്കിയത്? ഒരുപോലെ ആരുമല്ല. ഖുർആൻ ചോദിച്ചു, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. നോക്കണേ, അള്ളാഹു ഖാലിഖാൻ, പടച്ചവനാണ് സൃഷ്ടിച്ചത് എന്ന് റബ്ബ് തആലയ്ക്ക് ഇംപെറേറ്റീവായിട്ട്, ആമിറായിട്ട്, അമ്ര എന്ന ആ ഒരു സ്വരത്തിൽ, കൽപ്പനാ സ്വരത്തിൽ അള്ളാഹുവിന് പറയാം, ഞാനാ പടച്ചത്, ഇനി മിണ്ടണ്ട, ചർച്ചയില്ല എന്ന്. പക്ഷേ ഖുർആൻ മനുഷ്യബുദ്ധിയോട് ചർച്ച ചെയ്തു. അതാണ് അത്ഭുതം. 6000-ലേറെ ആയത്തുകൾ വന്നില്ലേ ഖുർആനിൽ? അള്ളാഹുവിന്റെ ചർച്ച, ആ ഒരു ഖാലിഖാണ് അള്ളാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. തീർന്നു. ഖുർആൻ നൽകുകയാണ് പ്രവാചകർക്ക്. ആദ്യത്തെ ചർച്ച തന്നെ സൃഷ്ടിപ്പ് നടത്തിയത് അവനാണ്. ആ റബ്ബിന്റെ വചനങ്ങളാണ് അങ്ങ് കേൾക്കുന്നത് നബിയെ. എന്നിട്ടും ഖുർആൻ ചോദിക്കുകയാണ്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ. ആരും ഉണ്ടാക്കാതെ ഇവരങ്ങോട്ട് ഉണ്ടായതാണോ? യുക്തിവാദികൾ പറയുന്ന വാദം. ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? അം, അതല്ല, ഹുമുൽ ഖാലിഖൂൻ, ആർ ദേ themselves who created them. നിങ്ങൾ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കിയത്? അങ്ങനെ പറഞ്ഞേരി. നിങ്ങൾ ആരും ഒരു ശക്തിയും ഒരു കാരണവുമില്ലാതെ നിങ്ങൾ അങ്ങോട്ട് ഉണ്ടായതാണോ? അതല്ല, നിങ്ങളെ നിങ്ങൾ തന്നെ പടച്ചതാണോ? അതിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളെ പടച്ചതല്ലല്ലോ. നമ്മൾ കുട്ടിയായിട്ടല്ലേ വലുതായി വരുന്നത്. പിന്നെ ആരും ഒന്നുമില്ലാതെ അങ്ങോട്ട് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ മനുഷ്യൻ്റെ DNA എന്ന് പറയുന്ന സാധനം, എൻ്റെ വിഷയം അതല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. DNA എന്ന് പറയുന്നത് മക്തൂബാത്തുകളാണ്. ഒരു നുത്ഫത്തിൽ കിടക്കുന്ന DNA-കളാണ് ആ നുത്ഫ ആരായിത്തീരണം എന്ന് നിയന്ത്രിക്കുന്നത്. ആ നുത്ഫയിൽ കിടക്കുന്ന DNA-യിലുണ്ട് പിതാവിൻ്റെ പല്ലിൻ്റെ രൂപം, പിതാവിൻ്റെ മൂക്ക്, കണ്ണ്, മുടിയുടെ ചുരുള് വരെ ആ DNA-ൻ്റെ ഉള്ളിൽ അത് വെച്ചിട്ടുണ്ട്. ഇത് അഖലില്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് സയൻറ്റിസ്റ്റുകൾ മുട്ടുമടക്കിയിരിക്കുകയാണ്. ദിസ് ഇൻഫർമേഷൻ can come from nothing but from an intelligent source. അത്രക്ക് ബുദ്ധിമാനായ ഒരാൾക്ക് മാത്രമേ ഈ ഇൻഫർമേഷൻ, ഈ കോഡിംഗ് ഈ DNA ഉള്ളിൽ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് മിൻ നുത്ഫത്തിൻ ഫഖദ്ദറഹു. അല്ലാഹു തഖ്ദീർ ചെയ്തത്. ആ വാക്ക് വലിയ അത്ഭുതമുള്ള വാക്കാണ്. എന്താ ഖദ്ദറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അർത്ഥങ്ങൾ തഫ്സീറിൽ കാണാൻ പറ്റും. അതിൽ മറ്റൊരർത്ഥം ഫഖദ്ദറഹു, കൃത്യമായും അതിസൂക്ഷ്മമായും അള്ളാഹു ഉണ്ടാക്കി വെച്ച ഒരു നുത്ഫയാണ്. അതിൽ നിന്നല്ലേ നിങ്ങൾ ഉണ്ടായത്. അതിലാണ് DNA കിടക്കുന്നത്. DNA-യുടെ ചുരുളറിയാത്ത, മനുഷ്യൻ ഇന്നും തരിച്ചു പോകുന്ന ഇൻഫർമേഷൻ ബൊംബാർഡ്മെന്റ്സ്. എങ്ങനെയാണ് അത്രയും വലിയ ഹ്യൂമൻ ഡീറ്റെയിൽസ് അതിൻ്റെ ഉള്ളിൽ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആർക്കും അറിയില്ല. ഇത് മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. വെറുതെ ഉണ്ടാവോ? അതുമില്ല. അല്ലാഹു തആല പറയാം, ഖുൽ, ഇനി പറഞ്ഞു കൊടുക്കും നബിയെ, ഹുവല്ലദീ അൻശഅകും, ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ ഉണ്മയിലേക്ക്, ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് അവനാണ്, അല്ലാഹുവാണ്. ആദ്യം ചിന്തിക്കാൻ വിട്ടുകൊടുത്തു. നിങ്ങൾ വെറുതെ ഉണ്ടായതാണോ? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ? ആലോചിച്ചോളൂ. അതൊക്കെ കഴിഞ്ഞു വന്ന് സൂറത്തുൽ മുൽക്കിലെത്തുമ്പോൾ അല്ലാഹു, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങൾക്ക് വിജ്ഞാനം നുകരാൻ ആവശ്യമായ 2 പ്രധാനപ്പെട്ട സോഴ്സുകൾ, ആലത്തുകൾ അല്ലാഹു നൽകി. അത് മനുഷ്യന്റെ ചെവിയാണ്. കണ്ണ് കാണാത്തവനും കണ്ണ് കാണാത്ത ആലിമീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പണ്ഡിതന്മാർ. ഹെലൻ കെല്ലറെ കുറിച്ച് നമ്മൾ പറയും. എത്രയോ ആലിമീങ്ങൾ കണ്ണ് കാണാത്ത അന്ധന്മാരായിരുന്നു. എന്തേ? ചെവി മതി. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാർ, നിങ്ങൾക്ക് കാഴ്ചകൾ നൽകുന്നതും അല്ലാഹുവാണ്. കഴിഞ്ഞില്ല. പിന്നെയോ? കേട്ടു, കണ്ടു. ഇനി എന്ത് ചെയ്യണം? ആ ഇൻഫോർമേഷൻ പ്രോസസ് ചെയ്യണം. അതിനെന്ത് വേണം? ബ്രെയിൻ വേണം. വൽ അഫ്ഇദ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് ചിന്തിക്കാൻ ആവശ്യമായ ബുദ്ധിയും നൽകിയത് അല്ലാഹുവാണ്.
മനുഷ്യൻ്റെ ബ്രെയിൻ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഇന്ന് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ലീസ്റ്റ് സ്റ്റഡീഡ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് ദ ബ്രെയിൻ. നമുക്ക് ഹാർട്ടിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാൻ പറ്റും. കിഡ്നിയെ കുറിച്ച് പഠിക്കാം, ലിവറിനെ കുറിച്ച്, പാൻക്രിയാസിനെ കുറിച്ച്, ഇൻറ്റസ്റ്റൈൻ, മനുഷ്യൻ്റെ ബ്ലാഡർ, ഇതൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ മനുഷ്യന് കുറച്ചു മാത്രം പഠിക്കാൻ പറ്റിയ സാധനം മനുഷ്യൻ്റെ ബ്രെയിനാ. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യൻ്റെ ബ്രെയിൻ മരിക്കാതെ നിലനിർത്തിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ മരിച്ചാൽ പിന്നെ തലച്ചോറത്ത് പഠിക്കാം, പക്ഷെ മനുഷ്യൻ മരിക്കാതെ ജീവനുള്ള ഒരു മനുഷ്യൻ്റെ ബ്രെയിനിനെ നിലനിർത്തിയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. മനുഷ്യൻ മരിച്ചു, ഹൈലി റിസ്കിങ് ആണത്. അതുകൊണ്ട് മനുഷ്യന് കുറച്ച് മാത്രം ഇൻഫർമേഷനെ ബ്രെയിനിനെ കുറിച്ചുള്ളൂ. ആ ഉള്ളത് നമുക്ക് തോന്നും ഭയങ്കര ഇൻഫർമേഷൻ ആണെന്ന്. തീർച്ചയായും പറയാൻ ഇത് സ്രഷ്ടാവിൻ്റെ പടച്ചതമ്പുരാനായ അള്ളാഹുവിൻ്റെ ബെഞ്ച് മാർക്കുകളാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലയോ? നിങ്ങളുടെ കണ്ണ്, നമ്മൾ റോബോട്ട് കാണുമ്പോൾ ഭയങ്കര അത്ഭുതപ്പെടും. നമ്മൾ ഒരു ഫേക്കായിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഫേക്ക് കണ്ണുകൾ നമ്മൾ അത്ഭുതപ്പെടും അല്ലേ? പക്ഷേ ഈ രക്തധമനികളെ കൊണ്ട്, ശ്വാസകോശങ്ങളെ കൊണ്ട്, ടിഷ്യൂസിനെ കൊണ്ട്, നെർവുകളെ കൊണ്ട് പടച്ചവനുണ്ടാക്കിയ കണ്ണ് എത്ര വലിയ അത്ഭുതമാണ്. യാ അല്ലാഹ്, എന്തിനാ തന്നതെന്നറിയോ? കണ്ടു പഠിക്കാൻ. എന്തിനാ ചെവി? കേട്ട് പഠിക്കാൻ. എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യണം. അപ്പോഴാണ് ഇൻഫോർമേഷൻ ഉണ്ടാവുക. അതിനല്ലാഹു അതിൻ്റെ മീതെ അക്കലും തന്നു, ബുദ്ധിയും തന്നു. അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ നമ്മോട് നിൽക്കാൻ പറഞ്ഞു പടച്ചവൻ. അല്ലാഹു അക്ബർ. നിസ്കരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ മീതയാണ്. നിസ്കരിക്കുമ്പോൾ ചൊല്ലുന്നത്, നിൽക്കുമ്പോൾ ചൊല്ലുന്നത് മുഴുവൻ, നിർബന്ധമായത് മുഴുവൻ ഖുർആനാണ് അല്ലേ? ഫാത്തിഹ. പിന്നെ സൂറത്ത് സുന്നത്താണ്, പക്ഷെ ഫാത്തിഹ നിർബന്ധമാണ്. ഫാത്തിഹ ആണെങ്കിലോ ഉമ്മുൽ കിതാബ്, ഖുർആനിൻ്റെ ഉമ്മയാണ്. ആ ഫാത്തിഹ നിൽപ്പിൽ, ഒരു ഖിയാമിൽ ഒരു നിസ്കരിക്കുന്ന മനുഷ്യന് ഓതിയില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. നിൽക്കുമ്പോൾ ഓതുന്നത് ഫാത്തിഹയാണ്, നിർബന്ധമായത്. ആലോചിക്കണം. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യൻ്റെ ബ്രെയിൻ ആകാശലോകത്തുമായി കണക്ട് ചെയ്യുന്ന വളരെ മനോഹരമായൊരു മുഹൂർത്തമാണത്. നിൽക്കുകയാണിവിടെ. മേലെ എന്ന് പറയുന്നത് ഉന്നതങ്ങളെ സൂചിപ്പിക്കാനാണ് അല്ലേ? അള്ളാഹു ആകാശത്താണ് എന്ന വിശ്വാസം അശ്അരി, മതുരിദി മദ്ഹബുകളില്ല. പടച്ചതമ്പുരാൻ ഫിൽ ഉലുവി, അള്ളാഹു ഉന്നതങ്ങളിലാണ്. ആ പടച്ചതമ്പുരാനുമായി മനുഷ്യൻ്റെ ബ്രെയിനിനെ കണക്ട് ചെയ്യുന്നത് വിശുദ്ധ ഖുർആനാണ്. അതിരുന്നാലും കിടന്നാലും ഒക്കെ അത് തന്നെയാണ്. പക്ഷേ ഈ ഖിയാമിൽ ഒരു സിംബലിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ആ നൃത്തം എന്ന് പറയുന്നത് മനുഷ്യനെ ഖുർആനുകൊണ്ട് ആകാശലോകവുമായി ബന്ധിപ്പിക്കുക. മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ അൽ അഖൽ, ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, അൽ അഖലു വഹ്യും മിനൽ ദാഖിൽ വൽ വഹ്യു അഖലും മിനൽ ഖാരിജ്. ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി തങ്ങളുടെ മനോഹരമായൊരു സ്റ്റേറ്റ്മെന്റ്. അൽ അഖൽ, മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന വഹ്യാണ്. വഹ്യും മിനൽ ദാഖിൽ. വഹി എന്ന് പറയുന്നത് ജിബ്രീൽ തങ്ങൾ കൊണ്ടുകൊടുത്ത ആ വഹി എന്ന് പറയുന്നത് അഖ്ലുൻ മിനൽ ഖാരിജ്, മനുഷ്യ ശരീരത്തിന്റെ പുറത്തു നിൽക്കുന്ന ബുദ്ധിയാണ്. The revelation is the external brain and brain is the internal revelation. ഇതൊക്കെ പറയണമെങ്കിൽ ഗസാലി ഇമാമിന്റെ ഇൽമ എത്രയായിരിക്കും? അൽ അഖ്ലു വഹ്യും മിനൽ ദാഖിൽ വൽ വഹ്യു അഖ്ലുൻ മിനൽ ഖാരിജ്. അതുകൊണ്ട് ഖുർആൻ പറയാ, ഈ ബുദ്ധിയെ കോംപ്രമൈസ് ചെയ്യുന്ന എനി സബ്സ്റ്റൻസ്, എന്ത് സാധനമാണെങ്കിലും അതിനോട് ഇസ്ലാമിനുള്ളത് യുദ്ധമാണ്. ശുദ്ധ ഇസ്ലാം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കുന്ന സംവിധാനങ്ങളോട്. അത് മനുഷ്യനല്ലാതെയാക്കി മാറ്റും. പിന്നെ ആരോടാണ് സംസാരിക്കേണ്ടത്? സംസാരിച്ചാൽ ഇവർക്ക് തിരിയുമോ? അതുകൊണ്ട് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മനുഷ്യന്റെ ബുദ്ധി. അതിന് തകരാറ് വരുന്നതൊന്നും നിങ്ങൾ തൊടല്ലേ. ഖുർആനിന്റെ ആഹ്വാനമാണ്. അതുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ, പടച്ചവനുണ്ട് എന്ന് ബോധിച്ചവരെ, എൻ്റെ റസൂല് സത്യപ്രവാചകരാണെന്ന് മനസ്സിലാക്കിയവരെ, നിങ്ങളോട് പറയട്ടെ, ഇന്നമൽ ഖംറു ഇന്നൽ ഖംറ മാ ഖാമറൽ അഖൽ, മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കുന്നതെല്ലാം, വൽ മൈസിറു, നമ്മുടെ യുടി ഖദർ സാഹിബ് ഇവിടെ എത്തിയിരിക്കുകയാണ്. വെൽക്കം വെൽക്കം. നമ്മുടെ എല്ലാ പരിപാടികളിലും എന്ത് തിരക്കിനിടയിലാണെങ്കിലും സ്പീക്കർ എത്തിച്ചേരുന്നു എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ സേവനങ്ങളിൽ ബറക്കത്ത് ചെയ്യട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ
കാശുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന ചൂതാട്ടവും വൽ ഖംറു, മനുഷ്യന്റെ ബുദ്ധിയെ മറച്ചു വെക്കുന്ന ഡ്രഗുകളും ലഹരികളുമെല്ലാം, വൽ അൻസ്വാബ്, സർവേശ്വരനായ പടച്ചവൻ ചിത്രങ്ങളിലോ രൂപങ്ങളിലോ മനുഷ്യന്റെ ചിന്തകളിലോ രൂപപ്പെടുന്നതല്ലെന്നും ആ സൃഷ്ടാവിന് രൂപങ്ങളോ ചിത്രങ്ങളോ നിങ്ങൾ എന്ത് തന്നെ വിചാരിച്ചാലും അതുപോലെ ഒന്നുമല്ല എന്ന്. ലൈസ കമിഥിലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ, നിങ്ങൾ ചിന്തിക്കുന്ന ഒന്നുപോലെയുമല്ല അല്ലാഹു എന്നിരിക്കെ പടച്ചവൻ്റേതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കുന്ന വിഗ്രഹ രൂപങ്ങൾ പറയാണ്. വല്ലസിലാം, പടച്ചതമ്പുരാനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന ഖദറിൽ വിശ്വാസമില്ലാതെ, വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശലോകങ്ങളുടെ ഉന്നതങ്ങളുടെ കിടക്കുന്ന സൃഷ്ടിലോകത്തിന് അതീതനായ പടച്ചതമ്പുരാനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ശകുനം നോക്കുന്ന അമ്പുകളിൽ വിശ്വസിക്കുന്നവരെ, ഈ പരിപാടി 4 റിജ്സുൻ മിൻ അമലി ശൈത്താൻ, ഇത് മലിനമാണ്, പിശാചിന്റെ പണിയാണ്. അപ്പൊ പിശാചുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. അതിന് പടച്ചവനുണ്ട് എന്ന ആ ഒരു ആശയത്തിലേക്ക് മനുഷ്യൻ എത്തണം. അതിൻ്റെ മുമ്പ് ഒരു സാധനവും ഒരു സൃഷ്ടാവില്ലാതെ നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് എന്ന ബേസിക് ഫൗണ്ടേഷൻ ഒരു മനുഷ്യന് വേണം. ഇതൊന്നുമില്ലെങ്കിൽ അൽ കാഫിറു ലാ അഖ്ല ലഹ്, പടച്ചവനെ നിഷേധിക്കുന്ന മനുഷ്യന് ബുദ്ധിയില്ല. പിന്നെ എന്തിനാ യുക്തിവാദികൾ സംസാരിക്കാൻ പോകുന്നത്? ബുദ്ധി വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം. ആദ്യം അറിയേണ്ടത് പടച്ചതമ്പുരാന്റെ അസ്തിത്വമാണ്. എന്നിട്ട് പടച്ചവൻ പറയാ, ഈ ബുദ്ധി നിങ്ങൾ നഷ്ടപ്പെടുത്തല്ലേ, നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമായ സമ്പത്ത് നിങ്ങൾ ചൂതാട്ടത്തിലൂടെ, ഗാംബ്ലിങ്ങിലൂടെ, കാസിനോവുകളിലൂടെ നിങ്ങൾ കൊണ്ടുപോയി തകർത്ത് കളയരുത്. നശിപ്പിക്കാനുള്ളതല്ല സമ്പത്ത്. വൽ അൻസ്വാബ്, നിങ്ങളുടെ പരമമായ വിധേയത്വം ഈ പ്രപഞ്ചത്തിന്റെ ഏകനായ സൃഷ്ടാവിനുള്ളതാണ്. അത് ഏകനായ പടച്ചവന് കൊടുക്കാനുള്ളതാണ്. അത് നിങ്ങൾ ഫാൾസ് ദൈവങ്ങളിൽ കൊണ്ടുപോയി വെക്കരുത്. വൽ അസ്ലാം, ശകുനം നോക്കുന്ന അമ്പുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പടച്ചവനുണ്ട്. നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഖ്തിയാറാണ്. അത് നിങ്ങൾക്ക് ജസാഉം സവാബുമുണ്ട്, നിങ്ങൾക്ക് പ്രതിഫലവും ശിക്ഷയുമുണ്ട് നിങ്ങളുടെ കർമ്മങ്ങൾക്ക്. എന്നാൽ നിങ്ങളുടെ കഴിവിനുള്ളിൽ പെടാത്ത, നിങ്ങൾക്ക് മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ മേൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ ബോഡിക്കുള്ളിൽ നടക്കുന്ന ശരീരത്തിന്റെ പ്രവർത്തനങ്ങളടക്കം, ഇതൊന്നും നിങ്ങൾക്ക് ആക്സസ് ഉള്ള സംഭവമല്ല. അത് നിയന്ത്രിക്കുന്നത് ശകുനം നോക്കുന്ന അമ്പുകളല്ല. അത് നിയന്ത്രിക്കുന്നത് ആരാണ്? അൽ ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹുവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ മൂല്യം കൊടുക്കണം. നിങ്ങളുടെ വ്യവഹാരങ്ങൾക്ക് ഇവിടെ അള്ളാഹു മൂല്യം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശകുനം നോക്കുന്ന പരിപാടി വേണ്ട. പിന്നെയോ നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ ബുദ്ധിയെ സമർപ്പിക്കുന്നത്, നിങ്ങൾ സമർപ്പിക്കേണ്ടത് സമ്പത്തിന്റെ വിഗ്രഹത്തിനല്ല, പടച്ചവൻ എന്ന പേരിൽ കിടക്കുന്ന ഫോൾസ് ഡിയറ്റികൾക്കും അല്ല. പിന്നെയോ നിങ്ങളുടെ പരമമായ വിധേയത്വം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനാണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യതയായ സമ്പത്ത് ചൂതാട്ടത്തിനുള്ളതല്ല. പിന്നെയോ ലഹരിയുണ്ട്, ലഹരി. ആ ലഹരി കൊണ്ട് നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ മറവെക്കരുത്. നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ മായ്ച്ചു കളയരുത്. നിങ്ങളുടെ ഐഡന്റിറ്റിയെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യരുത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, പടച്ചവനുണ്ട് എന്ന് ബോധ്യപ്പെട്ടവരെ, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിറങ്ങിയ സൂറത്തുൽ മാഇദയിലെ 90-91 ആയത്തുകൾ ഇറങ്ങിയപ്പോഴാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കള്ളു കുടിച്ച് കൂത്താടിയിരുന്ന സമൂഹത്തിന് ഒരു ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. അവിടെ നിന്നു മദീനയിൽ കള്ളുകുടി നിർത്താൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രാക്ടീസിന് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ട്? ബിഖുവത്തിൽ അസീമ, ഞങ്ങൾക്കത് കഴിയും. നിർത്താൻ കഴിയോ? നിർത്തും. റമളാനിൽ സിസർ വലിക്കുന്ന നിർത്തുന്ന ആളുകളുണ്ട്. റമളാൻ കഴിഞ്ഞാൽ തുടങ്ങും ചെയ്യും. അതൊക്കെ ഒരു കളിയാക്കലാണ് അല്ലേ? നിർത്താൻ പറ്റൂലേ? പറ്റും. സ്വഹാബികൾക്ക് ഒരായത്ത് കൊണ്ട് ഇത് നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് പറ്റാത്തത്? അപ്പം നമ്മൾ വേറെന്തോ ചിന്തിക്കുകയാണ്. ചിലരുണ്ട് ടെൻഷനാ, ഡിപ്രഷൻ ഗുളിക കുടിക്കുക. ദുആഉൻ നൗമ് ചൊല്ലുന്നുണ്ടോ? ഇല്ല. ആയത്തുൽ കുർസി ഓതുന്നുണ്ടോ രാത്രിയിൽ? ഇല്ല. ആമന റസൂൽ ഓതുന്നുണ്ടോ? ഇല്ല. സൂറത്തുൽ മുൽക്ക് ഓതിയോ? ഇല്ല. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ദിക്ർ ചൊല്ലുന്നുണ്ടോ? ഹദാദ് റാത്തീബ് ഓതുന്നുണ്ടോ? ഇതൊന്നുമില്ല. ഡിപ്രഷൻ ഗുളികയും കുടിക്കുന്നുണ്ട്.
മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. അത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഓടുകയാണ്. അതുകൊണ്ടാണ് ഖാദിസിയ യുദ്ധം നടന്നപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബൽഖ എന്ന ഒട്ടകം എടുത്തുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് പോയിരുന്ന ഒരു മനുഷ്യൻ. അയാൾ കള്ളുകുടിയനായി, അല്ലെ കള്ളുകുടിയൻ എന്ന് പറയല്ല, അദ്ദേഹത്തിന് അത് നിർത്താൻ പറ്റിയിരുന്നില്ല. അമ്മൽ കർറു ഫകർറുൽ ബൽഖാ വൽ ഫർറു ഫർറു അബീ മിഹ്ജൻ. സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുമ്പോഴേ, സഅദ് തങ്ങളന്ന് രോഗം ബാധിച്ച് ശരീരമാസകലം മുറിവായിട്ട് ഒരു ചൂരൽക്കട്ടിൽ കിടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിക്കുകയാണ്. കാന സഅദുൻ യുദീറുൽ മഅറകത അലാ സരീരിഹി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അബൂ മെഹ്ജൻ എന്ന് പറയുന്ന സഅദ് തങ്ങളുടെ കൂടെയുള്ള യോദ്ധാവ് നല്ല ഈമാനുള്ള ആളായിരുന്നു. പക്ഷേ ഇടക്ക് അറിയാതെ ഒന്ന് വീശും. അത് ഖാദിസിയ യുദ്ധത്തിൻ്റെ സമയത്ത് സഅദ് തങ്ങൾ അറിഞ്ഞു. പിടിച്ചു കൊണ്ടുവന്നു ചങ്ങലയിലിട്ടു അദ്ദേഹത്തെ. ചങ്ങലയിട്ട് അദ്ദേഹം ഒരു പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. എന്താ യുദ്ധം നടക്കുമ്പോൾ, യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ, എല്ലാവരും അവരവരുടെ ഈമാനിൻ്റെ സംരക്ഷണത്തിന് ഓടുമ്പോൾ ഞാനിതാ എൻ്റെ കാലുകൾ ചങ്ങലകളിൽ ബന്ധിതനായി കിടക്കുകയാണല്ലേ, എൻ്റെ ഒരു ദുരന്തമേ, എൻ്റെ ഒരു ദുരന്തമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. സൽമാ ബീവിയോട് പറഞ്ഞു. സൽമ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. മഹദ് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഒന്ന് എന്നെ അഴിച്ചുവിട്ട് തരുമോ, ഞാനൊന്ന് പോയിട്ട് വരാം. ഞാൻ വരും. അപ്പൊ സഅദ് എന്നവർ നിങ്ങളെ പിടിച്ചു കെട്ടിയതല്ലേ? ശരിയാണ്, പക്ഷെ ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ഫലില്ലാഹി അഹദുൻ ലാ അഖീസു ബിഅഹദിഹി ലഇൻ ഫുർജിജത് അല്ലാ അസൂറൽ ഹവാനിയാ. യുദ്ധത്തിലേക്ക് എന്നെ വിടണേ എന്ന് പറഞ്ഞ് കെഞ്ചുകയാണ്. കഫാ ഹുസ്നൻ തർതദിൽ ഖൈലു ബിൽ ഖനാ വഉതറക മഷ്ദൂദൻ അലയ്യ വസാഖിയാ. എന്തൊരു ദുരന്താണല്ലേ, ഞാനിങ്ങനെ ചങ്ങലയിൽ, എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ യുദ്ധക്കളത്തിൽ പോരാടുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ചിന്ത തിരിച്ചു വന്നിരിക്കുകയാണ്, ആത്മബോധം തിരിച്ചു വന്നിരിക്കുന്നു. സൽമ ബീവിയോട് പറഞ്ഞു, സൽമ എന്നൊന്ന് കെട്ടഴിച്ചു തരുമോ, ഞാനൊന്ന് വരും. എന്നെ കൊണ്ട് നിങ്ങൾ ഒരു ബുദ്ധി, ഞാനെങ്ങാൻ യുദ്ധത്തിൽ മരിച്ചാൽ പിന്നെ തീർന്നില്ലേ, സഅദ് എന്നവർക്ക് എൻ്റെ മേൽ ശിക്ഷ നടപ്പാക്കേണ്ടി വരില്ലല്ലോ. അഥവാ ഞാൻ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടാൽ ഈ ചങ്ങലയിൽ ഞാൻ വന്ന് നിന്നു തരാം, സഅദ് എന്നവർ അറിയണ്ട, എന്നെ ഒന്ന് കെട്ടഴിച്ചു തരുമോ. സൽമ ബീവിക്ക്, സഅദ് തങ്ങളുടെ ഭാര്യയ്ക്ക് ഈ കെട്ടഴിച്ചു കൊടുക്കാൻ സഹായകമായത് ഈ ഒരു വരി വാക്കാണ്. ഫലില്ലാഹി അഹദുൻ ലാ അഖീസു ബിഅഹദിഹി. പരമകാരുണ്യകനായ എൻ്റെ റബ്ബിനോട് ഞാനൊരു ദൗത്യം, ഒരു വാക്ക് ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ ഒരു സത്യം ഞാൻ ചെയ്യുകയാണ്, അത് നിർവഹിക്കുക തന്നെ ചെയ്യും. ഫലില്ലാഹി അഹദുൻ ലാ അഖീസു ബിഅഹദിഹി ലഇൻ ഫുർജിജത് അല്ലാ അസൂറൽ ഹവാനിയാ. ഇനി ഒരിക്കലൂടെ ഒരു മദ്യഷാപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പോലും അബൂ മെഹ്ജൻ ഉണ്ടാവില്ല. ഇല്ല, ഞാൻ നിർത്തി. ഇനി ഒരു കള്ള് ഷാപ്പിന്റെ ഒരു സ്ട്രീറ്റിൽ പോയിട്ട് പോലും ഞാൻ അതിന്റെ മണം പിടിക്കാൻ പോലും പോവില്ല. ആ വാക്ക് അബൂ മെഹ്ജൻ എന്നവർ പാലിച്ചു എന്ന അത്ഭുതം. അത് അദ്ദേഹം ചെയ്തപ്പോഴെന്നറിയോ, സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന, ജീവിതവും മരണവും പരസ്പരം പോരാടുന്ന ഒരു യുദ്ധമുഖത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് വന്ന് തിരിച്ചറിവാണ്. പിന്നെ ഒരുപാട് കാലം അബൂ മെഹ്ജൻ എന്നവർ ജീവിച്ചിട്ടുണ്ട്. സഅദ് എന്നവര് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ചോദിച്ചല്ലോ, എന്താ എൻ്റെ കുതിര ഇങ്ങനെ വിയർക്കുന്നത്, ആരാണ് എൻ്റെ കുതിരയെ കൊണ്ടുപോയത്? അപ്പൊ പറഞ്ഞു, അബൂ മെഹ്ജനായിരുന്നു. സൽമ ബീവി പറഞ്ഞെടുത്തു, ഇങ്ങനെ സത്യം ചെയ്തു. അബൂ മെഹ്ജൻ തആൽ, ഇവിടെ വാ എന്ന് പറഞ്ഞു. അദ്ദേഹം ദുഃഖിതനായി മുമ്പിൽ നിന്നു പറഞ്ഞു, ലൻ തുദ്റബ ഫിൽ ഖംരി അബദ. അബൂ മെഹ്ജൻ, നിനക്കൊരു വാക്ക് തരാൻ കഴിയുമോ? ഞാനിനി ഒരിക്കലും കള്ളു കുടിച്ചതിൻ്റെ പേരിൽ ഒരു ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ മദ്യപാനത്തിലേക്ക് ഞാൻ പോവുകയോ ഇല്ല എന്ന് അബൂ മെഹ്ജൻ എനിക്ക് വാക്ക് തരുമോ എന്ന് ചോദിച്ചു. സഅദ് എന്നവരുടെ കൈ പിടിച്ചു. ആരാണത്? ഖാലു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആഇന് ഉത്തരമുള്ള മഹാനാണ് സഅദ് റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ കയ്യിൽ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഇനി ഞാൻ ചെയ്യുകയില്ല. നമ്മുടെ ഖതീബ് ഉസ്താദിൻ്റെ കൈ പിടിച്ചിട്ട്, നമ്മുടെ ഖാദിയുടെ കൈ പിടിച്ചിട്ട്, നമ്മുടെ ഒരു മുഅല്ലിമിൻ്റെ കൈ പിടിച്ചിട്ട്, നമ്മുടെ ചെറുപ്പക്കാരനെ പടച്ചവനെ സാക്ഷിയാക്കി
ഞാനിതിലേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ മെഹ്റാബിൽ നിന്ന് തീരാത്ത വിഷയങ്ങളുണ്ടോ? നമ്മുടെ മെഹ്റാബിൽ നിന്ന് പരിഹരിക്കപ്പെടാതിരിക്കാൻ മാത്രം ഗൗരവമുള്ള വിഷയങ്ങളുണ്ടോ ഈ ഉമ്മത്തിന്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വഹാബിമാർ ഒരായത്തിലൂടെയാണ് പിൻവലിയുന്നത്. അതിന് കാരണം പറയും, ഇന്നമൽ ഖംർ. ഖുർആൻ പറഞ്ഞ ഒരൊറ്റ വിഷയമേ ഉള്ളൂ, റിജ്സുൻ മിൻ അമലി ശൈത്വാൻ. ഇത് പൈശാചികമാണ്. എന്താണ് പൈശാചികം? മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ തറവാട്, മനുഷ്യന്റെ ദീൻ, മനുഷ്യന്റെ അഭിമാനം. ഈ 5 മഖാസിദു ശരീഅത്തുൽ ഖംസ, മഖാസിദു ശരീഅ എന്ന് പറയുന്ന ഇസ്ലാം എന്തിന് നിലകൊള്ളുന്നു എന്ന 5 പ്രധാനപ്പെട്ട സംരക്ഷണം ഖുർആൻ ഏറ്റെടുത്തത്, ഇസ്ലാം ഏറ്റെടുത്തത്, അതിനെ തകർക്കുകയാണ് പിശാചിന്റെ ലക്ഷ്യം. ആണ് തീർച്ചയായും. അതിലാദ്യത്തെ ലക്ഷ്യം മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കുകയാണ്. അതുകൊണ്ട് സ്വഹാബികൾ തീരുമാനിച്ചു, ഞങ്ങളില്ല. ബുദ്ധി മനുഷ്യന് നൽകപ്പെട്ട മഹാത്ഭുതമാണ്. ആ ബുദ്ധിയെ ഇത്ര നിസ്സാരമായി കാണരുത്. അത് നഷ്ടപ്പെട്ടിടത്താണ് ഇൻസെസ്റ്റുകൾ നടക്കുന്നത്. കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യഭിചാരത്തിലെ ഏറ്റവും ഗൗരവമേറിയത്, ഇംഗ്ലീഷുകാരതിന് ഇൻസെസ്റ്റ് എന്ന് വിളിക്കും, മദ്യപിക്കുന്നിടത്താണ് നടക്കുന്നത്. അല്ലേ? വാപ്പന്മാരെ കൊണ്ട് ഗർഭിണികളാകുന്ന പെൺകുട്ടികൾ, അനുജത്തിയെ കയറിപ്പിടിക്കുന്ന ജ്യേഷ്ഠൻ, പെങ്ങളെ ഉമ്മയെ തിരിച്ചറിയാത്ത മക്കൾ. മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? عن علي بن أبي طالب رضي الله عنه أن رسول الله صلى الله عليه وسلم قال رفع القلم عن 3. മൂന്നാളുകളുടെ വിഷയത്തിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞത് അനിന്നായിമി ഹത്താ യസ്തൈഖിദ്. ഉറങ്ങുന്ന മനുഷ്യൻ ഉണരുന്നതിനിടയിൽ എന്ത് ചെയ്താലും അയാൾ അബോധാവസ്ഥയിലോ അൺകോൺഷ്യസ് മൈൻഡിലോ ആണ്, ഉറങ്ങുകയാണ്. ഉറക്കത്തിൽ ഒരാളെ കാല് കൊണ്ട് തട്ടി, അയാൾ വീണു, കൈ ഒടിഞ്ഞു, അതിനൊന്നും ഖിസാസ് എടുക്കൂല. എന്തേ? നായിമാൻ, ഉറങ്ങുന്ന ആളാണ്. ഹത്താ യസ്തൈഖിദ്. വഅനി സ്വബി ഹത്താ യഹ്തലിമ. പ്രായപൂർത്തിയാകുന്ന, ശാരീരിക മെച്യൂരിറ്റി എത്തുന്ന, പ്യൂബർട്ടി എത്തുന്നത് വരെയുള്ള ഒരു കുട്ടിയുടെ അവസ്ഥയിൽ ഒരു കുട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും ശിക്ഷയില്ലെന്ന് വിശുദ്ധ നബി തങ്ങൾ. പിന്നെ പറഞ്ഞു അനിൽ മജ്നൂനി ഹത്താ യഅഖിൽ. സൃഷ്ടിപ്പിൽ തന്നെ ഭ്രാന്തനായി മാറുന്ന ഒരാൾ, കള്ളുകുടിച്ച് വരുത്തിയതല്ല, ലഹരി അടിച്ചിട്ട് വന്നതല്ല, അയാളുടേതല്ലാത്ത കാരണങ്ങളാൽ പടച്ചതമ്പുരാന്റെ ഖദർ ഖളാഇന്റെ ഭാഗമായി മജ്നൂനായി മാറിയ ഒരാൾ ഹത്താ യഅഖിൽ, ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പക്വത അയാൾക്ക് വരുന്നത് വരെയും ആ മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ശിക്ഷയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മനുഷ്യന്റെ അഖിൽ, മനുഷ്യന്റെ ബുദ്ധി എത്ര പ്രാധാന്യമുള്ളതാണ്. അതിനോടാണ് ഈ കളിക്കുന്നത്. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ മക്കളൊക്കെ ഏറ്റവും നല്ല സംസ്കാരം പഠിക്കേണ്ടിടത്ത് മക്കള് ഇതിൽ പെട്ടുപോവുകയാണ്. എന്താ പറയുന്നറിയോ? കുട്ടികളോട് പറയുന്ന ഖൗലെന്താ? എന്താ അവർ പറയുന്നത്? മെമ്മറി ഉണ്ടാകും, എക്സാം ഫിയർ ഉണ്ടാവില്ല, പഠിച്ചതൊക്കെ ഭയങ്കര ഓർമ്മയായിരിക്കും, കുറച്ച് നേരത്തേക്ക് ഒരു പക്ഷെ ഉണ്ടാവില്ലേ എന്നറിയില്ലേ. പക്ഷേ ആ ഒരു കെണിയിൽ പെട്ടുപോയി നമ്മുടെ സ്കൂളുകൾ ഏജന്റുമാരായി നമ്മുടെ മക്കൾ മാറുന്നത് കാണുമ്പോൾ യാ അല്ലാഹ്, ഒരുപക്ഷെ കച്ചവടക്കാർക്ക് പൈസ ചിന്തിക്കാൻ ഉണ്ടാവുള്ളൂ. ഒരു തലമുറ നശിച്ചൊടുങ്ങുകയാണ്.